ഇച്ഛാശക്തി എന്ന് കേട്ടിട്ടുണ്ടോ? വിൽ പവർ. എന്താണ് ഈ ഇച്ഛാശക്തി എന്ന് പറയുന്നത്? ഒരു ചെറിയൊരു എക്സാമ്പിൾ ഞാൻ പറയാം. നമ്മളിൽ എല്ലാവർക്കും പൊതുവായിട്ടുള്ള ഒരു കാര്യമാണ് അലസത എന്ന് പറയുന്നത്, അല്ലെ? എന്ത് കാര്യം ചെയ്യാനും നമുക്ക് ഭയങ്കര മടിയാണ്. അപ്പൊ ഈ ഇച്ഛാശക്തി അല്ലെങ്കിൽ വിൽ പവർ ഇല്ലാത്ത ആൾക്കാരാണ് അലസന്മാരായിട്ട് മാറുന്നത്. വിൽ പവർ ഉള്ള ആൾക്കാർക്ക് അലസതയും കുറവായിരിക്കും. അവർ എപ്പോഴും എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കും. പുതിയ പുതിയ കാര്യങ്ങൾ ഇങ്ങനെ ചെയ്യാനായിട്ട് അവർക്ക് ഭയങ്കര ഉത്സാഹമൊക്കെ ആയിരിക്കും. വെറുതെ അവർ ടൈം വേസ്റ്റ് ചെയ്യാനായിട്ട് നിൽക്കാറേ ഇല്ല. തനിക്കുള്ള ടാലന്റ് എന്തൊക്കെയാണെന്ന് തിരിച്ചറിഞ്ഞ് അല്ലെങ്കിൽ ആ ടാലന്റിനെ ഒന്നുകൂടി പോളിഷ് ചെയ്യാനായിട്ട്, ഒന്നുകൂടി പ്രൊഡക്റ്റീവ് ആക്കാനായിട്ട് അവരിങ്ങനെ ശ്രദ്ധിച്ചുകൊണ്ടേയിരിക്കും. അതുപോലെ തന്നെ വിൽ പവർ ഉള്ളവർ എപ്പോഴും ഈ പറഞ്ഞ പോലെ തന്നെ നിരന്തര പരിശ്രമശാലികളുമായിരിക്കും. അതാണ് നമുക്ക് എല്ലാവർക്കും വേണ്ടത്. ഒരു കുഞ്ഞ് എഴുന്നേക്കാൻ പഠിക്കുന്നത് വീണാണ്, അല്ലെ? അത് നമ്മൾ ആസ്വദിക്കാറുമുണ്ട്. ഈ കുഞ്ഞ് ഒരു പക്ഷേ നടന്ന് വീണാലും അത് മറ്റുള്ളവർ കണ്ട് ചിരിച്ചാലും അവൻ ചുറ്റുമുള്ള ഒന്നിനെയും തന്നെ ബോധർ ചെയ്യാതെ വീണ്ടും എഴുന്നേറ്റ് നിൽക്കാനായിട്ടുള്ള ശ്രമം തുടർന്നുകൊണ്ടേയിരിക്കും. ആണെങ്കിലും അവസാനം എഴുന്നേറ്റ് നിൽക്കുക എന്ന ആ ഒരു നേട്ടം ആ ഒരു കുഞ്ഞ് കൈവരിക്കുകയും ചെയ്യും, അല്ലെ? ചെറിയ പ്രായത്തിലെന്ന് പറഞ്ഞാല് എന്ത് വീഴ്ചകൾ വീണാലും കളിയാക്കിയാലും നമ്മൾ അതിനെ വലിയ സംഭവമായിട്ട് എടുക്കാറില്ല. പക്ഷെ പ്രായം നമുക്ക് കൂടുമ്പോൾ, കുറച്ചുകൂടി മുതിർന്നു വരുമ്പോൾ നമുക്ക് ചുറ്റുമുള്ള ഓരോ കാര്യങ്ങളെയും നമ്മൾ എടുക്കുന്ന രീതി വളരെ വ്യത്യാസപ്പെട്ടുകൊണ്ടിരിക്കും. മറ്റൊരു ഉദാഹരണം പറയാം. നമ്മളെല്ലാം ഉറുമ്പിനെ ശ്രദ്ധിക്കുന്നതാണ്, അല്ലെ? ഉറുമ്പിങ്ങനെ കൂട്ടത്തോടെ പോകുമ്പോൾ അവരുടെ കൂട്ടം തെറ്റിക്കാനും അതുപോലെ തന്നെ അവരുടെ വഴി തെറ്റിച്ചു വിടാനും ഒക്കെ നമുക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഈ ഉറുമ്പുകളൊക്കെ തന്നെ തന്നെക്കാൾ വലിയ സാധനങ്ങളൊക്കെ വഹിച്ചുകൊണ്ട് അവരുടെ ലക്ഷ്യസ്ഥാനത്ത് എത്തുന്നത് നമ്മൾ ശ്രദ്ധിച്ചിട്ടില്ലേ? അതുപോലെ തന്നെ ചിലന്തി വല നിൽക്കുന്നതും. ഇങ്ങനെ നമ്മുടെ ചുറ്റും നോക്കിക്കഴിഞ്ഞാൽ വിൽ പവർ അല്ലെങ്കിൽ ഇച്ഛാശക്തിക്ക് ഉദാഹരണങ്ങളായിട്ട് ഒട്ടേറെ സാധ്യതകളും സംഭവങ്ങളും ഒക്കെ തന്നെ നമ്മുടെ ശ്രദ്ധയിലേക്ക് വരാം. ഈ പറഞ്ഞ ഉദാഹരണങ്ങളൊക്കെ തന്നെ ഇച്ഛാശക്തിയുടെ അല്ലെങ്കിൽ വിൽ പവറിന്റെ പ്രതിധ്വനി തന്നെയാണ്. ഈ വിൽ പവറിനെ പറ്റി ഓഷോ പറഞ്ഞ മനോഹരമായ ഒരു വാചകമുണ്ട്. ഏറ്റവും ചെറിയൊരു വിത്തിന് പോലും സൂര്യനിലേക്ക് എത്തണമെന്നൊരു തീരുമാനം ഉണ്ടായി കഴിഞ്ഞാൽ അതിനെ തടസ്സപ്പെടുത്തുന്ന ഏറ്റവും കാഠിന്യമേറിയ ഒരു പാറയ്ക്ക് പോലും വഴിമാറി കൊടുക്കേണ്ടി വരും എന്നൊരു കാര്യം പറഞ്ഞിട്ടുണ്ട്. ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതും അത് തന്നെയാണ്. നമുക്ക് ഉറച്ചൊരു തീരുമാനമുണ്ടെങ്കിൽ, നമുക്ക് ഒരു വിൽ പവർ ഉണ്ടെങ്കിൽ, ഒരു കാര്യം നേടിയെടുക്കാനുള്ള നിരന്തരമായിട്ടുള്ള പരിശ്രമത്തിന് നമ്മൾ തയ്യാറാണ് എന്നുണ്ടെങ്കിൽ, നമുക്ക് അതിനായിട്ടുള്ള ഒരു മനസ്സുണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായും വിജയമുണ്ട്. നമ്മൾ എന്തിനിറങ്ങിയാലും ഒരുപാട് ആൾക്കാർ നമ്മളെ ഡിഗ്രേഡ് ചെയ്യാനുണ്ടാവും, ഡിമോട്ടിവേറ്റ് ചെയ്യാനുണ്ടാവും, അതുപോലെ തന്നെ ജഡ്ജ് ചെയ്യാനും ഒക്കെ ഒരുപാട് പേരുണ്ടാവും. അതിനെ ഒന്നും തന്നെ നമ്മൾ മൈൻഡ് ചെയ്യേണ്ട യാതൊരു കാര്യമില്ല. നമുക്കൊരു വിൽ പവർ ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം മാറ്റേണ്ടത് നിങ്ങളുടെ ആ അലസതയാണ്. സടകുടഞ്ഞ് എഴുന്നേൽക്കാനായിട്ടാണ് നിങ്ങൾ പഠിക്കേണ്ടത്. എന്തൊക്കെ വീഴ്ചകൾ ഉണ്ടായാലും അതിൽ നിന്നൊക്കെ കരകയറാനുള്ള ആ ഒരു പവറാണ് നിങ്ങൾക്ക് ഇച്ഛാശക്തിയിലൂടെ ലഭിക്കുന്നത്. ഒന്നോർക്കുക, ഇച്ഛാശക്തി ഉള്ളിടത്ത് ജീവിതവുമുണ്ട്, വിജയവുമുണ്ട്. അപ്പൊ എല്ലാവർക്കും നല്ലൊരു ദിനമാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് മറ്റൊരു കോണ്ടന്റുമായി നമുക്ക് കാണാം മറ്റൊരു വീഡിയോയിലൂടെ.